സാകാര പൊരുൾ എന്ന് പറയില്ലേ, ഈശ്വരൻ എന്നുള്ളത്. പിന്നെ ആദിയിൽ വചനമുണ്ടായി എന്ന് പറഞ്ഞിട്ടില്ലേ. അതായത് ഭൂമിയിലുള്ള സമൂഹങ്ങളെല്ലാം തന്നെ, പല സമൂഹങ്ങളും ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ശബ്ദവുമായിട്ട് ആദിയിൽ ശബ്ദം എന്നുള്ള കൺസെപ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ വിദേശികൾ മോഡേൺ സയൻസ് വന്ന് നിൽക്കുന്നത് ഇലക്ട്രിസിറ്റിയാണ് ആദ്യ രൂപം, ഇലക്ട്രിസിറ്റിയാണ് ആദിമ രൂപം, അതിൽ നിന്നാണ് എല്ലാം ഉണ്ടായി വന്നത്. എന്നാൽ ഇതൊന്നും കണ്ടുപിടിച്ചിട്ടില്ലാത്ത നമ്മുടെ സന്യാസിമാർ, ഭാരതത്തിലെ സന്യാസിമാർ ആദിയിൽ ശബ്ദമാണ്, ശബ്ദത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടായി വന്നതെന്നും, അങ്ങനെ ഉണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട സാധനം. ഈ പ്രപഞ്ചത്തിലുള്ള സകലതും ശബ്ദത്തിൽ നിന്നാണ്. അതായത് ഭൗതിക പ്രപഞ്ചം രൂപം കൊണ്ടത് ശബ്ദത്തിൽ നിന്നാണ്. ശബ്ദം, അതുകൊണ്ടാണ് നമ്മൾ പഠിച്ചത് ശബ്ദം. അതുകൊണ്ട് ശബ്ദം ഈശ്വരനാണ്. പഞ്ചഭൂതങ്ങളിലെ അതിസൂക്ഷ്മമായ അന്നം, ആകാശമല്ല, ശബ്ദം, അതിസൂക്ഷ്മമായ അന്നം, അതായത് ശബ്ദമാണ്. നമ്മൾ പഞ്ചഭൂതങ്ങൾ അറിയപ്പെടുന്നത് ആകാശം, അഗ്നി, വായു, വെള്ളം, ഭൂമി എന്നാണ്. അപ്പം നമ്മൾ എല്ലാവരും, ഞാനൊക്കെ വിചാരിച്ചിരുന്ന ആകാശം എന്ന് പറയുന്നത് ഇതാണെന്നാണ്. അതിനെപ്പറ്റി ഒരാളുടെ ചോദിച്ചപ്പോൾ പറഞ്ഞ് ആകാശത്തെ പ്രതിനിധീകരിക്കുന്നതാണ് ശബ്ദം എന്ന് പറഞ്ഞു. ആകാശത്തെ പ്രതിനിധീകരിക്കുന്ന ശബ്ദമാണെന്ന് പറഞ്ഞു. പക്ഷെ ശബ്ദമാണ് പഞ്ചഭൂതങ്ങളിൽ എന്ന് പറഞ്ഞിട്ടില്ല. പഞ്ചഭൂതങ്ങളിൽ ആകാശം, അഗ്നി, വായു, വെള്ളം, ഭൂമി. അതിൽ വായുവും വെള്ളമാണോ ആദ്യം, വായുവാണോ അഗ്നിയാണോ ആദ്യം ഉണ്ടായതെന്ന് തർക്കം നിൽക്കുന്നുണ്ട് ഇന്നും. അപ്പം അതല്ല, നമുക്ക് ഇത് എന്താണ് ഇത് കാര്യം എന്ന് വെച്ചാൽ അതിലൊക്കെ പണ്ട് കാലത്ത് കൺഫ്യൂഷൻ നിന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. വ്യക്തത വന്നിട്ടില്ല എന്ന് വേണം കരുതാൻ. കാരണം ആകാശം എന്ന് പറയുന്നുണ്ട്, അതിൽ തന്നെ ആകാശത്തിനെ പ്രതിനിധീകരിക്കുന്ന ശബ്ദമാണെന്നും പറയുന്നുണ്ട്. പിടിയിട്ടില്ലേ? അപ്പൊ ഈ ആത്മാവ് വേറിട്ട് നിൽക്കുന്ന ഒന്നാണെന്നും ഒക്കെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയല്ലേ നമ്മൾ ആത്മാവിന് നിത്യശാന്തി നേരുന്നത്? ആത്മാവിന് നിത്യശാന്തി നേരുന്നു. നേരായിട്ടല്ലേ നമ്മൾ കർമ്മങ്ങൾ ചെയ്യേണ്ടത്? ആത്മാവിന് ആരെങ്കിലും ശാന്തി നേരണോ? വേണ്ടാന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതും പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലേ? ആത്മാവ് എല്ലാമാണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിന് നിത്യശാന്തി നേരണതായിട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് പണ്ട് മുതൽ ഇതിൽ കൺഫ്യൂഷൻ നിൽക്കുന്നുണ്ട്, വ്യക്തത വന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് ഞാൻ അതിനകത്തൊന്ന് വ്യക്തത വരുത്താമോ എന്നാണ് നോക്കിയത്. ഇതിലൊരു വ്യക്തത വരുത്താമോ എന്നാണ് നോക്കിയത്. അപ്പോൾ ആകാശമുണ്ട്, ആത്മാവുമുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു? ആകാശത്തിന് സ്ത്രീഭാവം അങ്ങോട്ട് കൊടുത്തു, ആത്മാവിന് പുരുഷഭാവം. ഇപ്പം സ്ത്രീ പുരുഷ സംയോഗം അവിടെ മുതൽ തുടങ്ങുകയാണ്. ആകാശവും ആത്മാവും കൂടിയുള്ള സംയോഗത്താൽ ശബ്ദം സൃഷ്ടിക്കപ്പെട്ടു. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ആ കൺഫ്യൂഷൻ മാറി കിട്ടും. അതായത് സ്ത്രീയും പുരുഷനും ചേർന്നിട്ട് ഉണ്ടായതാണ് ശബ്ദം. ശബ്ദത്തിന് എത്ര എനർജി കൊണ്ടുണ്ടായി? എത്ര എനർജി ഉണ്ടെന്ന്? 6 എനർജികൾ. അതിനാണ് ഇത് ആദ്യമേ തന്നെ പഠിപ്പിച്ച് ഇട്ടിരിക്കുന്നത്. തലയിൽ ഇങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ തന്നെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ശബ്ദം ഉണ്ടായി വന്നത്, ആദിയിൽ വചനമുണ്ടായി അല്ലെ ശബ്ദമുണ്ടായത് ആകാശത്തിൽ നിന്നും ആത്മാവിൽ നിന്നുമാണ് ആ ഒരു സൃഷ്ടി നടക്കുന്നത്. ആദ്യം ശബ്ദം ഉണ്ടായെന്ന് പറഞ്ഞാൽ ശബ്ദം ഇവിടുന്ന് വന്നു എന്ന് പറഞ്ഞില്ല. ശബ്ദം ഇവിടുന്ന് വന്നേ? അതാണ് ചോദ്യം. അതിന് മുമ്പൊരു സംവിധാനം വേണ്ടേ? ഒരു ശബ്ദം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിന് ഇപ്പം നമ്മൾ ശബ്ദിക്കണമെങ്കിൽ നമ്മളുണ്ടാവണ്ടേ? ഇല്ല, നമുക്ക് ശബ്ദിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അത് ആരാണെന്നുള്ളത് നോക്കിയപ്പോഴാണ് ആകാശം. അപ്പം ആകാശം എന്നാണെന്ന് പിടികിട്ടിയില്ല. ആകാശം എന്ന് പറയുന്നത് സ്പേസ് ആണെന്ന് ഇപ്പം അറിയാം. ഇനി ആത്മാവ് എവിടെ ഇരിക്കുക? ഗഗന സദൃശം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആകാശം ആത്മാവിനോട് ചേർന്നിരിക്കുന്നു.
അത് നമുക്ക് അറിയാൻ പറ്റില്ല, അനുഭവിക്കാൻ പറ്റുന്ന ഒന്ന്. ഇതെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്, പക്ഷെ എന്തൊക്കെയോ വ്യക്തത വന്നില്ലെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ വ്യക്തത വരുത്തി എടുത്തിരിക്കുകയാണ്. ആകാശവും ആത്മാവുണ്ട് എന്ന് നമ്മൾ സമർത്ഥിച്ച് പറയുക. എന്തടിസ്ഥാനത്തിലാണ്? ആത്മാവുണ്ട്. സ്ത്രീ ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? പുരുഷനുണ്ട്. ഉണ്ട്. നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ പ്രകടമായി നിൽക്കുന്നത് സ്ത്രീ ആയിരിക്കെ ആ സ്ത്രീയുടെ ഉള്ളിൽ പുരുഷനുണ്ട്. ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആത്മാവ് അവിടെ ഉണ്ട് എന്ന് നമ്മൾ സമർത്ഥിക്കും. അങ്ങനെയാണത് സമർത്ഥിക്കുന്നത്. ഒരു സ്ത്രീ രൂപത്തെ കണ്ടാൽ ആ സ്ത്രീയുടെ ഉള്ളിൽ ഒരു പുരുഷനുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യമുള്ള കാര്യമാണ്, ബോധ്യപ്പെട്ട കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ആകാശത്തിന് സ്ത്രീഭാവം കൊടുത്താൽ അവിടെ ഒരു പുരുഷഭാവം അതിനുള്ളിലുണ്ട്, ചേർന്ന് നിൽക്കുന്നുണ്ട്. അത് ആത്മാവ്. അപ്പം അവർ രണ്ടുപേരും കൂടി ചേർന്നാൽ അവർ രണ്ടുപേരുടെയും ആകാശത്തിൻ്റെയും ആത്മാവിൻ്റെയും അഭിലാഷം എന്താണ്? അഭിലാഷം. ഈ ആകാശത്തിൻ്റെയും ആത്മാവിൻ്റെയും അഭിലാഷം ആനന്ദമാണ്. കാരണം അവരാണ് ആദിമാതാവും ആദിപിതാവും. ആദിമാതാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. എന്താ അറിയാവോ നിങ്ങൾ? മൂന്നും ഒന്ന് തന്നെയാണ്. പക്ഷെ അവിടെ ഒരു പിതാവുണ്ട്, ഒരു പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. അപ്പൊ അതില് എല്ലാവരും, എല്ലാ മനുഷ്യ സമൂഹങ്ങളും ഇങ്ങനെ അന്വേഷണം ചെയ്തിട്ടുണ്ട്. പക്ഷെ പൂർണ്ണമായ ഒരു വ്യക്തത കൊടുക്കാൻ ഇക്കോളജിക്ക് ആവുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ വഴി നോക്കുന്നത്. ഇക്കോളജി വഴി അത് ശരിയായി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ മറികടക്കണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് ഇക്കോളജി വഴിയിൽ നമ്മൾ നോക്കുമ്പോൾ എവിടെട്ടാണ് നോക്കിയേ? സന്നിധാനത്തിൽ നോക്കുമ്പോൾ നമുക്ക് വന്ന കാര്യമാണ് ഇത്. ആകാശമുണ്ടെങ്കിൽ ആത്മാവുണ്ട്, അത് സ്ത്രീഭാവമാണ്, പുരുഷഭാവമാണ്. അതിൽ നിന്നും ശബ്ദം വന്നു. അപ്പൊ ഈ ശബ്ദത്തിൽ നിന്നാണ് എന്തുണ്ടായത്? അഗ്നി, സൂര്യന്മാരുണ്ടായത്. അഗ്നി എന്ന് പറഞ്ഞാൽ സൂര്യന്മാര് മുഴുവൻ, ഈ ഭൂമിയിലുള്ള സൂര്യന്മാരല്ല ശരിക്കും, സൂര്യന്മാരുടെ സൂര്യനാണ്. സൂര്യന്മാരുടെ സൂര്യനിൽ നിന്നും സൂര്യൻ ഉണ്ടാവുകയാണ്. അത് പിടികിട്ടിയിട്ടില്ല ഈ സൂര്യന്മാരുടെ സൂര്യൻ എന്ന് പറയുന്ന സാധനം. കാരണം നമ്മളുടെ ഗാലക്സിക്ക് ഒരു കേന്ദ്രമുണ്ട്. സൗരയൂഥങ്ങൾ എന്ന് പറഞ്ഞാൽ സൂര്യനും സൂര്യൻ്റെ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എല്ലാം കൂടി ചുറ്റുന്ന ഒരു കേന്ദ്രമുണ്ട്. അതൊരു സൂര്യനാണ്. എവിടെയാണെന്ന് നമുക്കറിയാൻ പാടില്ല. ഏതോ ഒരു സൂര്യനുണ്ട്, സൂര്യന്മാരുടെ സൂര്യൻ. അതെന്താണെന്ന് പിടികിട്ടിയിട്ടില്ലാത്ത ഒരു സാധനമാണ്. സൂര്യൻ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ആ ഗാലക്സിയുടെ കേന്ദ്രം, അങ്ങനത്തെ ഒട്ടനവധി ഗാലക്സികളെല്ലാം കൂടി ചേർന്നിട്ടൊരു കേന്ദ്രമുണ്ട്. അതിനെയാണ് ബ്രഹ്മം, ഈശ്വരൻ എന്ന് വിളിക്കുന്ന ആ കേന്ദ്രത്തെ മൊത്തത്തിൽ. അപ്പൊ ശബ്ദത്തിൽ നിന്നും അഗ്നി, സൂര്യന്മാരെല്ലാവരും ഉണ്ടായി. സൂര്യന്മാരുടെ സൂര്യനും ഉണ്ടായി തന്നെ വയ്ക്കാം. ഈ അഗ്നിയിൽ നിന്നും എന്തുണ്ടായി? വായു ഉണ്ടായി. അഗ്നിയിൽ നിന്നും വായു ഉണ്ടായി. വായുവിൽ നിന്നും ജലമുണ്ടായി. ജലത്തിൽ നിന്നും ഖരമായ ഭൂമി ഉണ്ടായി. ഭൂമിയിൽ നിന്നും ആരുണ്ടായി? ഞാനുണ്ടായി. ഭൂമിയിൽ നിന്നും ഞാനുണ്ടായി. ആ ഞാനിൽ ഏതൊക്കെയുണ്ട്? മുഴുവനുമുണ്ട്. ആകാശമുണ്ട്, ആത്മാവുണ്ട്, സൂര്യനുണ്ട്, ചൂടുണ്ട്, സൂര്യനുണ്ട്, അതിൽ വെള്ളമുണ്ട്, ഖരമുണ്ട്, എല്ലാം ഉണ്ടായി. അപ്പൊ പിന്നെ എന്തുകൂടി ഉണ്ടാകും അതിനകത്ത്? ശബ്ദമുണ്ടാകും. അങ്ങനെയാണ് നമ്മുടെ ശബ്ദം. അപ്പൊ നമ്മളുടെ ശബ്ദം വായുവിൽ നിന്നും ജലം, അഗ്നിയിൽ നിന്നും വായു, വായുവിൽ നിന്നും ജലം, ജലത്തിൽ നിന്നും ഭൂമി, ഭൂമിയും വെള്ളവും വായുവും അഗ്നിയും ആകാശവും ചേർന്നിട്ടാണ് നമ്മൾ, പഞ്ചഭൂതങ്ങൾ 5 ചേർന്നിട്ടല്ലേ നമ്മുടെ ശരീരം സൃഷ്ടിച്ചിരിക്കുന്നത്? ആണല്ലോ.
അപ്പോൾ ആ പഞ്ചഭൂതങ്ങൾ അഞ്ചിലും ചേർന്നതിൽ നിന്നും എന്തുണ്ടാവണം? ശബ്ദം ഉണ്ടാവണം. നമ്മളിപ്പോൾ ശബ്ദിക്കണില്ലേ? ശബ്ദിക്കുന്നുണ്ട്. ആ ശബ്ദം അപ്പൊ എന്താണത്? ആ ശബ്ദം എന്തായിരിക്കണം? പ്രതിധ്വനിയാവണം. പ്രതിധ്വനിയാവണം. അതായത് നമ്മളുടെ ശബ്ദങ്ങൾ പ്രതിധ്വനിയായിരിക്കണം. ആരുടെ? ഈശ്വരൻ്റെ അല്ലെങ്കിൽ ആകാശത്തിൻ്റെയും ആത്മാവിൻ്റെയും ഉണ്ടാക്കിയ ശബ്ദത്തിൻ്റെ ഒരു പ്രതിധ്വനിയാണ് നമ്മളിൽ നിന്നും വരുന്ന ശബ്ദങ്ങൾ. പക്ഷെ നമ്മൾ വേണ്ടാത്ത തെറിയൊക്കെ വേറെ പറയും, അത് വേറെ കാര്യം. ശബ്ദം നശിക്കും. ഏത് ശബ്ദം? ഏതാണ് ശബ്ദം? മരണപ്പെട്ട ശബ്ദമുണ്ട്, മരിക്കും. ശബ്ദം മരിക്കും. പ്രകൃതി നിയമ അനുസൃതമായ ശബ്ദം അനന്തമായി ഇവിടെ നിലകൊള്ളും. പിടികിട്ടിയ? പ്രകൃതി നിയമ അനുസൃതമാണെങ്കിൽ നിങ്ങളും അനന്തമായി നിലകൊള്ളും. പ്രകൃതി നിയമാനുസൃതമായ ശബ്ദം എന്നും നിലനിൽക്കും എന്നുള്ളത് കൊണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ശബ്ദം ഉള്ളത് കൊണ്ട് നിങ്ങൾ പ്രകൃതി നിയമാനുസൃതമായി എന്നും പരിവർത്തനപ്പെട്ട് നിലകൊള്ളും. മാറ്റത്തിന് വിധേയമായിക്കൊണ്ട് പരിവർത്തനപ്പെട്ട് നിലകൊള്ളാൻ സാധ്യതയുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ. ബാക്കിയുള്ള ജീവജാലങ്ങൾക്ക് അത് കൊടുത്തിട്ടില്ല. വരും. അപ്പം നമുക്ക് ഒരു പ്രതിധ്വനി ശാസ്ത്രം, ശബ്ദശാസ്ത്രം എന്ന് പറയുന്നത് ശരിക്കും ഒരു പ്രതിധ്വനിയാണ്. അപ്പം നമ്മൾ എന്താ പറയണ്ടേ? അങ്ങനെ ഉണ്ടാവില്ല. ഉണ്ടാവും. നമ്മളുടെ ആദിമാതാവിൻ്റെയും ആദിപിതാവിൻ്റെയും ഈശ്വരൻ്റെയും പ്രതിനിധിയായിട്ട് വേണം സംസാരിക്കാൻ. അല്ലാതെ സംസാരിച്ചാലോ? അതാണ് നെഗറ്റീവ്. അവരുടെ ആഗ്രഹത്തിന് എതിര്, ഈശ്വരന്റെ ആഗ്രഹത്തിന് എതിര് നിങ്ങൾ സംസാരിച്ചാൽ അത് നെഗറ്റീവ് എനർജിയാണ്. അത് മരണപ്പെടുകയും ചെയ്യും. പിടികിട്ടിയ ആലോചിക്കാറുണ്ട്. കണ്ണടച്ചിരുന്ന് ആലോചിക്കുക ഇടയ്ക്കിടയ്ക്ക്. ഇത് പതുക്കെ ഇങ്ങനെ ഇതെടുക്കണം. അതായത് പ്രതിധ്വനി ആകണം. നമ്മുടെ പ്രതിധ്വനി ആയാൽ അത് പ്രതിധ്വനിച്ച് ഇങ്ങനെ നിലനിൽക്കും. അനന്തമായി അത് പോകും. അല്ലാത്തത് പ്രതിധ്വനിച്ച് റെഡ്യൂസ് ചെയ്ത് ഇപ്പം നമ്മൾ ഒരു ഭൂമിയിൽ പോയി ഇരുന്ന് ഒരു ശബ്ദം ഉണ്ടാക്കിയാൽ എക്കോ ഉണ്ടാകും. അത് പക്ഷെ പതുക്കെ ഒരു 3 എണ്ണം വരെ കേൾക്കാൻ പറ്റും. പിന്നെ അത് ഇല്ലാണ്ട് ആയിപ്പോകും. നമുക്ക് ഒരു ഒരെണ്ണത്തിനെ സൃഷ്ടിക്കാൻ പറ്റും. കാരണം ശബ്ദത്തിൽ നിന്നാണ് ഭൗതിക വസ്തുക്കൾ ഉണ്ടായിരിക്കുന്നത് എന്നതുകൊണ്ട് നമ്മൾ ശരിക്കും പ്രതിധ്വനിയായി ശബ്ദിച്ചാൽ ഒരു ഭൗതിക വസ്തുവിനെ സൃഷ്ടിക്കാൻ പറ്റണം. ഉടനെ ചോദിക്കും, അതൊന്ന് കാണിക്കാമെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. പക്ഷെ അത് ആകാനുള്ള സാധ്യതയുണ്ട്. അത് ശബ്ദത്തെ, അത് അടുത്തതിൽ വരുമ്പോഴത്തേക്കും വേണ്ടിയാണ്. മന്ത്രങ്ങളെ കൊണ്ട് അല്ല, മന്ത്രങ്ങളെന്നല്ല, ശബ്ദങ്ങളെ കൊണ്ട് ഒരു സാധനത്തിനെ ഇല്ലാതാക്കാം, സൃഷ്ടിക്കാനും പറ്റും. അതെ, ഉയർത്തൽ വേറെ. ഉയർത്തലിന് നമ്മളുടെ പങ്കുണ്ട്. പോയില്ല, കുറെ ഉപദ്രവം ഉണ്ടാക്കും. എക്കാലത്തും പ്രതിധ്വനിച്ച് ഇങ്ങനെ നിലനിൽക്കും. ഗാന്ധിജി പറഞ്ഞത് എല്ലാം എടുക്കാൻ പറ്റിയെന്ന് വരില്ല. ഗാന്ധിജി പറഞ്ഞിട്ടുള്ളതിൽ ഏതെല്ലാമാണോ പ്രകൃതി നിയമ അനുസൃതമായത് അതിന് എടുക്കാൻ പറ്റും. അല്ലാത്തത് ലയിച്ചു പോകും, ഇല്ലാണ്ടായി, മരണപ്പെടുമെന്ന് പറയും, മരിച്ചു പോകും. നമ്മൾ മരിക്കും എന്ന് പറയില്ല, അതേമാതിരി തന്നെ ആ ശബ്ദവും മരിക്കും. നമ്മൾ മരിക്കുമ്പോൾ ശരിക്കും നമ്മളുടെ ശബ്ദം അല്ലേ മരിക്കണം, അതാണ് ഇല്ലാണ്ടായി പോവുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഏറ്റുമാനൂർ ക്ലാസ് എടുത്തപ്പോൾ ഒരാൾ ചോദിച്ചേ,
അഗ്നിയിൽ നിന്നും വായു ഉണ്ടായി എന്ന് പറയണില്ലേ? ഏത് വായുവാണെന്ന് ചോദിച്ചു. ഒരു സ്റ്റുഡൻ്റാണ് ചോദിച്ചത്. എടാ, അഗ്നിയിൽ നിന്നും വായു ഉണ്ടായി എന്ന് പറയുന്നു. ഏതാ വായു? അതെന്ത്, ഏത് വായുവാണ്? അത് ഏത് വായുവാണ്? ഓക്സിജൻ ഭൂമിക്ക് ചുറ്റും പുറത്തു ഭാഗത്തല്ലേ ഉള്ളൂ. ഹിമാലയത്തിൽ ചെന്നാൽ പിന്നെ ഓക്സിജൻ ഇല്ല. വായുവിന്റെ ചലനം. ഈ വായു എടുത്ത ഏതാണ് ആ വായു? ഓക്സിജനാണ്. ഓക്സിജൻ അല്ലേ ഏതായാലും. കാരണം ഭൂമിക്ക് ചുറ്റും മാത്രമേ ഓക്സിജൻ ഉള്ളൂ എന്നുള്ളത് മോഡേൺ സയൻസും നമുക്ക് അനുഭവത്തിന്റെ ഇതുമാണ്. പിന്നെ ഏത് വായുവാണ് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കണത്? കാരണം സൂര്യന്മാരില്ലേ? ഉണ്ടാകണ വായു അല്ലേ? വായു ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലായി. വായു, അഗ്നിയിൽ നിന്നും വായു, അഗ്നി ഉണ്ടായത് നമുക്ക് മനസ്സിലായി. ഹീറ്റും ലൈറ്റും കൊണ്ട് അഗ്നി ഉണ്ടായി. ആ അഗ്നിയിൽ നിന്നാണ് വായു ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ ആ വായു ഏതാണ്? ആ വായു ഓക്സിജൻ അല്ല. നമ്മൾ വായു എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓക്സിജനാണ്. ഏതെല്ലാം കൂടി കൂടിയത്? എല്ലാം കൂടി ചേർന്ന വായു. അതിലെ ഏത് വായുവാണ് ഈ പ്രപഞ്ചം മുഴുവൻ നടന്നിട്ടുണ്ട്? നൈട്രജനും ആണെങ്കിലും കുറെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇല്ല. അതെ, അതിലേതാണ് വായു? ഏതാണ് ആ വായു? സൂര്യനിൽ നിന്നും വരുന്ന വായു ഏതാണ്? സൂര്യനിൽ നിന്നും വായു വരുന്നുണ്ട്. ഹൈഡ്രജനാണ്. മനസ്സിലായില്ലേ? അറ്റോമിക് എക്സ്പ്ലോഷൻ നിന്ന് ഹൈഡ്രജനാണ്. പ്രപഞ്ചം മുഴുവൻ നിൽക്കുന്നത് ഹൈഡ്രജനാണ്. ആ ഹൈഡ്രജൻ ഉള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ എങ്ങും തൊടാതെ നിൽക്കുന്നത് സകലത്. ആര്? ഹൈഡ്രജൻ ഫ്യൂവലായിട്ടാണ് ഉപയോഗിക്കുക. അതായത് നമ്മളുടെ ഫൈനൽ പിന്നെ ഈ ഫ്യൂവൽ എന്ന് പറയുന്നത് ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ വാഹനം ഇറങ്ങിക്കഴിഞ്ഞു. പച്ചവെള്ളം ഒഴിക്കുകയാണ്. H2O, 2 ഹൈഡ്രജനും 1 ഓക്സിജനും ചേർന്നിട്ടാണ് വെള്ളം. അപ്പൊ പച്ചവെള്ളം എടുത്ത് ഒഴിച്ചിട്ട് ഓക്സിജനെ വേർതിരിച്ചിട്ട് ആ ഹൈഡ്രജനെ വിഘടിപ്പിച്ചെടുത്തിട്ട് ആ ഹൈഡ്രജനെ ഫ്യൂവലാക്കിയാണ് എടുക്കണത്. അപ്പൊ എന്താ പറ്റണേ? ഓക്സിജൻ പുറത്തുള്ളൂ. ഓക്സിജൻ അവിടെയാണ് നമ്മൾ ഇക്കോളജി ആൻഡ് ടെക്നോളജി വരാൻ പോണത്. അവിടെ ഇക്കോളജി പറയും അതും തെറ്റാണെന്ന് പറയും. പെട്രോൾ ഒഴിക്കണ തെറ്റാണെന്ന് പറയും, ഡീസൽ തെറ്റാണെന്ന് പറയും, മണ്ണെണ്ണ തെറ്റാണെന്ന് പറയും, ഇലക്ട്രിക്കൽ എനർജി തെറ്റാണെന്ന് പറയും. പിന്നെ ഇത് ഏതാണ് ഫ്യൂവൽ എന്ന് ചോദിച്ചപ്പോൾ ഉടനെയാണ് ഹൈഡ്രജൻ ഉപയോഗിച്ച് അതും തെറ്റാണെന്ന് പറയും. കാര്യം എന്താണ്? ഓക്സിജന്റെ പെർസെൻറ്റേജ് കൂടും, അന്തരീക്ഷം മുഴുവൻ കത്തും. ഒരു നിശ്ചിത പെർസെൻറ്റേജ് മേളിലേക്ക് ഓക്സിജൻ പോയാൽ അന്തരീക്ഷത്തിൽ എവിടെ വേണേലും എപ്പോൾ വേണേലും തീ പിടിക്കാം. അപ്പൊ അതുമല്ല. പിന്നെ ഏതാണ് ഹൈഡ്രജൻ? അതാണ് സൂര്യപ്രകാശത്തിനകത്ത് ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജൻ ഉണ്ടെന്ന് നമ്മൾ പറയും, കണ്ടിട്ടോ ഇത് കണ്ടുപിടിച്ചിട്ടോ അല്ല. പക്ഷെ അവിടെ ഉണ്ട്. ഈ സൂര്യപ്രകാശത്തിൽ ഇലക്ട്രിസിറ്റി ഉണ്ടോ? ഉണ്ട്. കാരണം എന്താ? ആൾറെഡി ടെക്നോളജി ഡെവലപ്പ് ചെയ്തു. സോളാർ ടെക്നോളജി ഡെവലപ്പ് ചെയ്തു. അതിൻ്റെ അർത്ഥം സൂര്യപ്രകാശത്തിനകത്ത് ഇലക്ട്രിസിറ്റി ഉണ്ടെന്നല്ലേ? ഉണ്ട്. നമുക്ക് അല്ലാതെ കാണാൻ പറ്റുന്നില്ലല്ലോ. ഇലക്ട്രിസിറ്റി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് എന്തും ഉണ്ടാകും? ഹൈഡ്രജനും ഉണ്ടാകും. സൂര്യപ്രകാശത്തിൽ നിന്നും അറ്റോമിക് എനർജിയാണ് ഈ വരുന്ന ഹൈഡ്രജൻ. അറ്റോമിക് എക്സ്പ്ലോഷൻസ് ആണ് നടക്കുക. സൂര്യനിൽ നടക്കുന്ന അറ്റോമിക് എക്സ്പ്ലോഷൻസും ഡിഫ്യൂഷൻസും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നും ഉണ്ടായ പ്രകാശത്തിലൂടെ ഹീറ്റും ലൈറ്റും വന്നു, ഇലക്ട്രിക്കൽ എനർജിയും മാഗ്നറ്റിക് എനർജിയും വന്നു, അറ്റോമിക് എനർജിയും വേവ് എനർജിയും കൂടി വന്നു. അതിൽ പെട്ടതാണ് ഈ സാധനം ഹൈഡ്രജൻ. അപ്പം നമുക്ക് ഈ വായു എന്ന് പറയുന്നത് ഹൈഡ്രജനാണ്. എല്ലായിടത്തും ഉണ്ടാവില്ലേ? സൂര്യന്മാരുള്ളിടത്ത് എല്ലായിടത്തും ഹൈഡ്രജൻ ഉണ്ടാകാനുള്ള സാധ്യതയില്ലേ? സൂര്യന്മാരുള്ളിടത്ത് എല്ലായിടത്തും എന്തുണ്ടാകും? ഇലക്ട്രിക്കൽ എനർജിയും മാഗ്നറ്റിക് എനർജിയും ഉണ്ടാവില്ലേ? ഇലക്ട്രിക്കൽ എനർജി മാഗ്നറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താ?
അത് മനസ്സാണ്, അല്ലേ? മൈൻഡ് ഈസ് ആൻ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ഫീൽഡ് എന്നല്ലേ പഠിച്ചേ? അപ്പൊ പ്രപഞ്ചം മുഴുവൻ മനസ്സ് നിൽപ്പില്ലേ? ഇല്ലേ? പ്രപഞ്ചം മുഴുവൻ മനസ്സ് നിൽക്കുന്നുണ്ട്. അപ്പൊ പ്രപഞ്ചം മുഴുവൻ ഈ സൂര്യന്മാരുടെ പ്രകാശം ഉള്ളിടത്തോളം കാലം എന്തുകൂടി ഉണ്ടാവും? ഹൈഡ്രജനും ഉണ്ട്, വായു അവിടെ ഉണ്ട്. ജീവനുണ്ടല്ലോ, ജീവനുണ്ട്. ജീവികളുണ്ടോ എന്ന് ചോദിക്കും. ജീവികളുണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഇപ്പം മനുഷ്യ ജീവിയെ പോലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭൂമിയിലുള്ള ജീവികളെ പോലെയോ ജീവികൾ ഉണ്ടാവും, ഉണ്ടാകാം. കാരണം എത്രയോ കോടാനുകോടി ഗ്രഹങ്ങൾ ഉണ്ടായിരിക്കെ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായത് ഭൂമിയിൽ മാത്രമല്ലല്ലോ. വേറെ ഗാലക്സി ഉണ്ടല്ലോ ഒരുപാട്. നമ്മുടെ ഗാലക്സി തന്നെ ഉണ്ടാകാം, വേറെ എത്രയോ ഗാലക്സികൾ കിടക്കുന്നു. വരുന്നുണ്ടാവും, അന്യഗ്രഹ ജീവികൾ വരുന്നുണ്ടാവും. അതെ, അന്യഗ്രഹ ജീവികൾ വരുന്നുണ്ടെന്ന് പറയുന്നത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ജീവികൾ ഉണ്ടാകാനുള്ള സാധ്യത ഒരുപക്ഷെ മനുഷ്യനേക്കാളും ഡെവലപ്ഡ് ആയിട്ടുള്ള ജീവികൾ ഉണ്ടെങ്കിൽ അവർ വന്നേച്ചും പോകൂല. അവരിവിടെ വന്നേച്ചും പോകും, നമ്മൾ അറിയത്ത് പോലുമില്ല. അറിയാതെ അവർ വന്നിട്ട് അവർക്ക് പോകാൻ പറ്റും. അവർക്ക് രൂപമില്ലായ്മ എടുക്കാനും പറ്റും. അപ്പൊ പിന്നെ നമുക്ക് കാണാൻ പറ്റുമോ? നമ്മുടെ കണ്ണിന്റെ ലിമിറ്റേഷൻ അല്ലേ ഇത്? ഒരു രൂപമില്ലാത്ത ഒരെണ്ണം ഇവിടെ വന്നിട്ട് തിരിച്ചു പോയാൽ അവർക്ക് എപ്പോൾ വേണമെങ്കിലും രൂപമെടുക്കാം, എപ്പോൾ വേണമെങ്കിലും രൂപം ഇല്ലാതെയാകാം, അപ്രത്യക്ഷരാകാം. അങ്ങനെയല്ലേ ദൈവങ്ങളെയൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളവർ ഇവിടെ വന്നിട്ട് പോകുന്നുണ്ടോ ഇല്ലെന്നുള്ളത് ആർക്കാതെ നിഷേധിക്കാൻ പറ്റുക? കാരണം എന്തോരം സൂര്യന്മാരാണ്, എണ്ണിയാൽ ഒടുങ്ങാത്തത്ര സൂര്യന്മാര്. ഈ സൂര്യന്മാർക്കെല്ലാം ഗ്രഹങ്ങളില്ലേ? അപ്പൊ നമ്മളുടെ സൂര്യനെ പോലെ നിശ്ചിത അകലത്തിൽ ഒരു ഗ്രഹം ഉണ്ടാകാനുള്ള സാധ്യതയില്ലേ? ഒരു പ്രവണത അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ജീവി രൂപപ്പെട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. എല്ലായിടത്തും ജീവനുണ്ട്. ജീവികളുണ്ടോ എന്നുള്ള കാര്യത്തിലാണ് അന്വേഷിക്കുന്നത്. അതാണ്, ജീവികളുണ്ടോ? പക്ഷേ ജീവികൾ ഉണ്ടാകാം. അപ്പൊ നമ്മൾ ചന്ദ്രനിൽ ചെന്നു, ചന്ദ്രനിൽ ഒരു ജീവിയും കണ്ടില്ലെന്നാണ് നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടില്ലെന്നാണ് ഈ പറയണത്. കണ്ണിന് കാണാൻ പറ്റാത്ത ഒരു ജീവിവർഗം ഉണ്ടാകാൻ പാടില്ലേ? നമ്മുടെ കണ്ണിന് കാണാൻ പറ്റാത്ത. നമ്മുടെ കണ്ണിന്റെ ലിമിറ്റേഷൻ എത്രയാ? ഒരു പരുന്തിന്റെ അതിനേക്കാളും മോശം കണ്ണല്ലേ നമ്മളുടേത്? വളരെ മോശം കണ്ണല്ലേ? അപ്പൊ നമ്മുടെ കണ്ണിന് കാണാൻ പറ്റാത്ത ജീവിവർഗം അവിടെ ഉണ്ടായിരിക്കില്ലേ? ഇല്ലെന്ന് പറഞ്ഞ് നിഷേധിക്കാൻ പറ്റുമോ? ഉണ്ടാകാം. അങ്ങനെ തന്നെ തീരുമാനിക്കണം. നമ്മളുടെ ശബ്ദം, നമ്മൾ പുറപ്പെടുവിക്കുന്ന ശബ്ദം പരമാത്മാവിൻ്റെ അല്ലെങ്കിൽ ആദിമാതാവിൻ്റെയും ആദിപിതാവിൻ്റെയും പ്രതിധ്വനിയാണ് എന്ന് അറിയുന്നതാണ് ശബ്ദശാസ്ത്രം. അത് പ്രതിധ്വനിയാണ്. അപ്പൊ നമ്മളുടെ ശബ്ദം കൊണ്ട് നമുക്ക് ഭൗതിക വസ്തുക്കളെ സൃഷ്ടിക്കാം, വെള്ളത്തെ സൃഷ്ടിക്കാം. സംഗീതം കൊണ്ട് മഴ പെയ്യിച്ചു എന്ന് കേട്ടിട്ടില്ലേ? മഴ പെയ്യിക്കാം. കല്ലിനെ ഉരുക്കാം, കല്ലിനെ വെള്ളമാക്കാം. പാടി 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 ഒരു കല്ലിനെ വെള്ളമാക്കി മാറ്റാം. കാരണം ശബ്ദമാണത്. ഒരു പാറക്കല്ലെന്ന് പറഞ്ഞാലും ശബ്ദമല്ലേ? വേറൊരു ശബ്ദം കൊണ്ട് അതിൻ്റെ വെള്ളം വേർതിരിച്ച് അല്ലെങ്കിൽ വെള്ളം പ്രകടമാക്കി എടുക്കാം. അത് ഭാരതത്തിന് അറിയാമായിരുന്ന ഒരു ശാസ്ത്രം. അതാണ് ഭാരതത്തിന് അറിയാമായിരുന്ന ഒരു ശാസ്ത്രം, ഭാരതത്തിൻ്റെ പഴയ ശാസ്ത്രം. അതെ, പാട്ടുപാടി മഴ പെയ്യിക്കാം. മഴ പെയ്യിക്കെന്ന് പറഞ്ഞാൽ മഴ പെയ്യും. ശങ്കരാഭരണത്തിൽ അത് നല്ല വ്യക്തമായിട്ട് കാണിക്കുന്നു. ശങ്കരാഭരണം വെള്ളം ഉണ്ടാക്കാൻ പറ്റും, വായു ഉണ്ടാക്കാൻ പറ്റും, ശബ്ദം കൊണ്ട് വായു ഉണ്ടാക്കാൻ പറ്റും. വായു എന്ന് പറഞ്ഞാൽ ഏത് വായു? ഹൈഡ്രജൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പം അവിടെയാണ് നമ്മുടെ എക്സർസൈസ് വരാൻ പോണ. അവിടെ
വായു ഉണ്ടാക്കാൻ പറ്റും, അഗ്നി ഉണ്ടാക്കാൻ പറ്റും. അത് മനസ്സിലായി. എക്സർസൈസ് ചെയ്യുമ്പോഴത്തേക്ക് ശംഖുലി ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഉണ്ടാകുന്നുണ്ട്. സൃഷ്ടിക്കാനാവുമെന്ന് ഭാരതം മനസ്സിലാക്കിയിരുന്നു. ശബ്ദശാസ്ത്രത്തിൻ്റെ ഈ പൗരാണിക അറിവ് പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ഇത് തിരിച്ചു പിടിക്കുക എന്നത് ഇക്കോളജിയുടെ ഒരു ജോലിയാണ്. ഈ ശാസ്ത്രം തിരിച്ചു പിടിക്കണം. ഇക്കോളജി എന്ന ശാസ്ത്രത്തിൻ്റെ ധർമ്മമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇക്കോളജി പഠിക്കുന്നവരെല്ലാവരും തന്നെ ഈ ശാസ്ത്രം കൂടുതൽ കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. എവിടെ പോയാൽ ശ്രമിക്കുക? സന്നിധാനത്തിൽ പോയി ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം. സന്യാസം എന്ന് പറയുന്നത് ഇതിനെ കേന്ദ്രീകരിച്ചിരിക്കുകയായിരിക്കും എന്ന് ഞാൻ പണ്ടേ എഴുതി വെച്ചിട്ടുണ്ട്. സന്യാസം എന്ന് പറയുന്ന കോഴ്സില്ലേ, അത് ശബ്ദശാസ്ത്ര ബന്ധിതമാണ്. അതുകൊണ്ടാണ് സന്യാസം എന്ന് പറയുന്ന ഒരു കോഴ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശബ്ദശാസ്ത്രത്തിൻ്റെ കുറേ സാധനങ്ങൾ കൂടി കിട്ടണം. അതായത് സന്യാസം എന്ന് പറയുന്ന ആ കോഴ്സിൻ്റെ സിലബസ് തയ്യാറാക്കുന്നത് ശബ്ദശാസ്ത്രത്തെ ബേസ് ചെയ്ത് വേണം എന്ന് എവിടെയോ എനിക്ക് കിട്ടി, ഞാനന്ന് കുറിച്ച് വെച്ചതാണ്. അതായത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ശബ്ദശാസ്ത്രം എന്ന് പറയുന്ന ഒരു സാധനത്തിന് അതിനോട് അനുബന്ധമായി എന്തെങ്കിലും കിട്ടിയാൽ ഞാനത് അവിടെ എഴുതിയിടും. അതിൻ്റെ അടിയിലങ്ങ് എഴുതിയിടും. വേറെ എവിടെന്നെങ്കിലും ഒരെണ്ണം കിട്ടിയാൽ വീണ്ടും കൊണ്ടുവന്ന് അതിൻ്റെ അടിയിൽ എഴുതിയിടും. അങ്ങനെ എഴുതി കൂട്ടിയാൽ 10-20 ഈ കിട്ടും. ഞാൻ പറയണേ, എവിടെ നിന്നൊക്കെ പൊരികൾ കിട്ടും. പൊരികൾ കിട്ടിയാൽ എടാ ഇതുമായിട്ട് ബന്ധമുണ്ടല്ലോ, അപ്പോൾ ഉടനെ എഴുതിയിടും. നമുക്ക് നേരത്തെ ഒരു ഉദ്ദേശമുണ്ട്, സന്യാസം എന്ന് പറയുന്ന ഒരു കോഴ്സ് തുടങ്ങണം. അപ്പോൾ അത് ശബ്ദവുമായി ബന്ധപ്പെട്ടിട്ടാണെന്ന് എവിടെയോ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം തന്നെ ഞാനെടുത്ത് കുറിച്ചിട്ടതാണിത്. ഞാനിത് സന്യാസത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ഇത് ഞാൻ മറന്നു പോയിരുന്നു. ഇനി എനിക്ക് സന്യാസത്തിൻ്റെ കോഴ്സ് സിലബസ് തയ്യാറാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. കാരണം ശബ്ദശാസ്ത്രത്തിൽ കുറേ കയറിയിട്ടുണ്ട്. വർത്തമാനം നമ്മൾ ശബ്ദമാണ് അല്ലേ, സംഗീതം ശബ്ദമല്ലേ, പ്രാർത്ഥന ശബ്ദമല്ലേ, മന്ത്രം ശബ്ദമല്ലേ. എന്താ അത്? ഇതിൻ്റെ വ്യത്യാസം എന്താ? സംഗീതവും പ്രാർത്ഥനയും മന്ത്രോച്ചാരണങ്ങളുമെല്ലാം ശബ്ദത്തിൻ്റെ ചിട്ടപ്പെടുത്തിയ ഉപയോഗങ്ങളാണ്. ശബ്ദത്തെ ഉപയോഗിക്കണം. അതായത് സംഗീതവും പ്രാർത്ഥനയും മന്ത്രോച്ചാരണങ്ങളും ശബ്ദത്തിൻ്റെ ചിട്ടപ്പെടുത്തിയ ഉപയോഗങ്ങളാണ്. വർത്തമാനം പറയുന്നത്, ഇപ്പൊ ക്ലാസ് എടുക്കുമ്പോൾ അതിനെ ചിട്ടപ്പെടുത്തിയാൽ ഒരു സംഗീതം ആസ്വദിക്കുന്നത് പോലെ മനുഷ്യര് ആസ്വദിക്കും. നമ്മൾ ക്ലാസ് എടുത്താൽ ആളുകൾക്കൊന്നും മനസ്സിലാകാത്തതിൻ്റെ കാര്യം എന്താണ്? വെറുതെ ചറുപറ പറഞ്ഞിട്ടാണ്. അതിനെ ചിട്ടപ്പെടുത്തി എടുത്ത് പറയണം. ചിട്ടപ്പെടുത്തി എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ട പോലെ സ്വീകരിക്കും. അത് ഞാൻ ക്ലാസ്സിലൊന്ന് പ്രയോഗിച്ച് നോക്കിയതാണ്. ആദ്യത്തെ എന്താ, ക്ലാസ് തുടങ്ങുമ്പോൾ ഇത് ഞാൻ പ്രയോഗിച്ച് നോക്കുന്നുണ്ട് എല്ലാവരിലും. ചിട്ടപ്പെടുത്തണം എങ്ങനെയാണ്, അതായത് എങ്ങനെയാണ് എൻ്റെ മനസ്സിലിരിക്കുന്ന ഒരു കാര്യം മറ്റുള്ളവർ ഇങ്ങോട്ട് പ്രകടമാക്കുന്നത്. ശബ്ദം ഒന്ന് ചിട്ടപ്പെടുത്തി ഞാൻ നോക്കും. ആദ്യം തന്നെ ഈ ശബ്ദശാസ്ത്രമാണ് പഠിക്കണേ. തുടക്കം എന്താ ഞാൻ ആദ്യം ചെയ്യണേ? എല്ലാവർക്കും നമസ്കാരം ഇല്ല ഞാൻ പറയണേ. ഞാൻ വലിയ 10-200 പേര് ഓഡിയൻസ് ഉള്ളപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യും? ബോധപൂർവം ഉഴപ്പി പറയും, എല്ലാവർക്കും നമസ്കാരം. ആരും തിരിച്ചു പറയില്ല. അപ്പം ഞാൻ ഈ എല്ലാവർക്കും നമസ്കാരത്തെ ഒന്ന് ചിട്ടപ്പെടുത്തും. എല്ലാവർക്കും നമസ്കാരം എന്ന് പറയും. ആ ശബ്ദം ഒന്ന് ചിട്ടപ്പെടുത്തിയില്ലേ? നമസ്കാരം. എല്ലാവരും തിരിച്ച് നമസ്കാരം തിരിച്ചു പറയും. ഞാൻ പറഞ്ഞോ നിങ്ങളോട് നമസ്കാരം പറയാൻ? പറഞ്ഞില്ല. പിന്നെന്തേ പറഞ്ഞു? ഇതാണ് ചിട്ടപ്പെടുത്തൽ. എന്നല്ലേ? ചിട്ടപ്പെടുത്തൽ ഇതാണ്. അതിനെ നമ്മൾ വേണ്ട രീതിയിൽ പറഞ്ഞപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താ? തിരിച്ച് എല്ലാവരും നമസ്കാരം പറയണ്ടെന്ന് വിചാരിച്ച് ഞാൻ നമസ്കാരം പറഞ്ഞില്ല.
ആരും പറഞ്ഞില്ല, ഉഴപ്പി അങ്ങോട്ട് പറഞ്ഞു. ഞാൻ ഇങ്ങോട്ട് നമസ്കാരം പറയിക്കണം എന്നുള്ളത് കൊണ്ട് ആദ്യം എല്ലാവർക്കും നമസ്കാരം എന്നങ്ങോട്ട് പറയുമ്പോൾ എല്ലാവരും അറിയാതെ തന്നെ തിരിച്ച് നമസ്കാരം പറയും. പിടികിട്ടിയല്ലോ? അപ്പൊ ഇത് ആദ്യം തന്നെ നിങ്ങളുടെ മേത്ത് പ്രയോഗിച്ചായിരുന്നു. ആദ്യത്തെ ക്ലാസ്സിൽ ആദ്യത്തെ ദിവസം തന്നെ പ്രയോഗിച്ചു. അന്ന് കുറച്ച് പേര് തിരിച്ചു പറഞ്ഞു. പക്ഷെ ഞാൻ രണ്ടാമത് എല്ലാവർക്കും നമസ്കാരം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും തിരിച്ചു പറഞ്ഞു. അപ്പൊ ചിട്ടപ്പെടുത്താൻ എങ്ങനെയാണെന്ന് എനിക്ക് പിടികിട്ടിയില്ല. ചിട്ടപ്പെടുത്താൻ എങ്ങനെയാണെന്ന് പിടികിട്ടി. വർത്തമാനവും സംഗീതവും പ്രാർത്ഥനയും മന്ത്രോച്ചാരണങ്ങളും. അപ്പോ അധ്യാപനം എന്ന് പറഞ്ഞാൽ എന്താണ്? ശബ്ദശാസ്ത്രത്തിൻ്റെ ഒരു കലയാണ് അധ്യാപനം. അല്ലേ? ശബ്ദശാസ്ത്രത്തിൻ്റെ ഒരു കലയാണത്. ആ രീതിയിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ കുട്ടികളത് ഉടൻ അവരത് തിരിച്ച് റീപ്രൊഡ്യൂസ് ചെയ്യും. അതാണ് അധ്യാപകർ ആദ്യം പഠിക്കേണ്ട ശബ്ദശാസ്ത്രം. ശബ്ദശാസ്ത്രം പഠിച്ചവരായിരിക്കണം അധ്യാപകർ. അപ്പോൾ കുട്ടികൾ അത് എടുക്കും. അവരെ എംപോസിഷൻ എഴുതിയിട്ടോ ദേഷ്യപ്പെട്ടിട്ടോ തല്ലിയിട്ടോ ഒരു കാര്യം ഇപ്പം മനസ്സിലായി, തല്ലരുതെന്ന്. അത് മാത്രമേ മനസ്സിലായുള്ളൂ. അല്ലേ? നിയമം ഉണ്ടാക്കി, ഗവൺമെന്റ് നിയമം ഉണ്ടാക്കി, ഒരു കാരണവശാലും തല്ലരുത്. എന്നാൽ ഈ അധ്യാപകർ മുഴുവൻ ശബ്ദശാസ്ത്രം പഠിക്കണമെന്ന് ഉണ്ടാക്കിയിട്ടില്ല. പിള്ളേരെ എങ്ങനെയെങ്കിലും തലകേറി പൊയ്ക്കോട്ടെ എന്നാണ് അവർ വിചാരിച്ചത്. പിള്ളേര് ശരിയാകാൻ വേണ്ടി അറിയാൻ പാടില്ലായിരുന്ന കാലത്ത് നമ്മൾ തല്ലി. ശരി, തല്ല് തെറ്റാണെന്ന് മനസ്സിലായി, ഓക്കെ, സമ്മതിച്ചു, തല്ല് തെറ്റാണ്. അതിന് പകരം എന്ത് ചെയ്യണം? എല്ലാവരും അധ്യാപകർക്ക് പ്രത്യേക കോഴ്സ് കൊടുത്ത് ശബ്ദശാസ്ത്രം പഠിപ്പിച്ചിട്ട് എന്തുകൊണ്ട് അവരെ തല്ലാതെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം അവരെ കൊണ്ട് പറയിക്കാം എന്നുള്ള പഠിപ്പിക്കേണ്ടതല്ലേ. കാരണം ശബ്ദശാസ്ത്രത്തിൻ്റെ ഒരു കലയാണ് അധ്യാപനം. ഓക്കെ. പിന്നെ ഇത് പറഞ്ഞിരിക്കുന്നത് ഭാരതത്തിൻ്റെ പുരാതന ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ശബ്ദശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയാണ്. ഭാരതത്തിൻ്റെ പുരാതന ക്ഷേത്രങ്ങൾ, ഇപ്പോൾ പഴയ ക്ഷേത്രങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടല്ല. അതെ, പല രീതിയിൽ നിങ്ങൾക്ക് പണിയാം. പക്ഷെ ഇതിൻ്റെ ബേസ് എന്തായിരിക്കണം എന്നുള്ളതാണ്. അതായത് ആകാശത്തിൻ്റെ മൂലരൂപം എന്ന് പറയുന്നത്, മൂലരൂപം നമ്മൾ കാണാൻ പറ്റുന്നത് ഡൂമായിട്ടല്ലേ? ആ ഡൂമാണ്. ആ ഡൂമിലാണ് ഈ പ്രതിധ്വനികൾ മുഴുവൻ നടക്കുക. പല ഡൂമുണ്ട്. ഇപ്പം മുസ്ലിം പള്ളികൾക്ക് ഡൂമില്ലേ? മുസ്ലിം പള്ളികൾക്ക് ഡൂമുണ്ട്, ഒരു ഡൂമുണ്ട്. അതിനും ഇതായിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്. അന്നുണ്ടാക്കിയവര് ഇതിനെ എങ്ങനെയൊക്കെയോ മനസ്സിലാക്കി എടുത്തിട്ട് അവരത് ചെയ്തിരുന്നു. അമ്പലങ്ങൾ കൊണ്ട് ഡൂമുണ്ട്, കൂർത്തിരിപ്പുണ്ട്. കംപ്ലീറ്റ് ഡൂമായി പോയല്ലേ. ശരിക്കും ഉപയോഗിച്ചിരുന്നവര്. അമ്പലത്തിന്റെ മേളിലേക്ക് എത്ര പോയിട്ടുണ്ടോ അത്രയും തന്നെ അടിയിലേക്കും പോയി കാണും. മേളിലേക്ക് എത്ര ഹൈറ്റ് പോയിട്ടുണ്ടോ അത്രയും തന്നെ മണ്ണിനടിയിലേക്കും കൂടി പോകും. അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ എത്ര വെള്ളം വന്നൊഴുകിയാലും പോവില്ല, അത് അവിടെ തന്നെ നിൽക്കും. ശബ്ദശാസ്ത്ര അടിസ്ഥാനമാണ്. അർത്ഥവൃത്താകൃതിയിലുള്ള ഒരിടത്തുമില്ല. എല്ലാം നശിച്ചു പോയിന്ന്. ഇത് ഈ ക്ഷേത്രത്തിന്റെ സ്ട്രക്ചർ പണിതത് ശബ്ദശാസ്ത്രത്തെ ബേസ് ചെയ്താണെന്ന് പോലും അറിയില്ല. മലയാളത്തിലെ 80% പദങ്ങൾ സംസ്കൃതമാണ്. ഓരോന്ന് പറയുമ്പോൾ ശരിയാണ്, ഇതെല്ലാം ശരിയാണ്, ഒട്ടും പ്രയാസമില്ല. പഠിച്ച് കുറച്ചിങ്ങോട്ട് വരുമ്പം ഞാൻ നിർത്തി. അപ്പോഴേ ഞാൻ നിർത്തി. അക്ഷരത്തിൻ്റെതല്ല, ഈ പദങ്ങള് ഉച്ചാരണ വ്യത്യാസമല്ല. അത് ഏതൊക്കെയാണെന്ന് പറയാൻ പോലും എനിക്കറിയില്ല. മനുവിനറിയാവുന്ന ഏതൊക്കെ സാധാരണ പദങ്ങൾ മുഴുവൻ പിന്നെ മലയാളത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പദങ്ങൾ, പദപ്രയോഗങ്ങളല്ലേ, ഇതിൽ 80% സംസ്കൃതമാണ്. എല്ലാം പുള്ളി ഇങ്ങനെ എഴുതിയപ്പോൾ ശരിയാണ്, ഇത് ഞങ്ങൾ സംസ്കൃതമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണേ.
യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സംസ്കൃതമാണ് എന്നും പറഞ്ഞിട്ടാണ് സംസ്കൃതം പഠിക്കാൻ തുടങ്ങുന്നത്. പഠിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ ഓരോ സാധനം അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ തല പോഞ്ഞു പോകും, പഠിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നിർത്തി. ഞാൻ പറഞ്ഞു ഇതിനേക്കാളും നല്ലത് അറിയാവുന്ന ആർക്കെങ്കിലും പോയിരുന്നിട്ട് ചോദിക്കണത്. ഈ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ആ കടലാസുമായിട്ട് നേരെ ഇത് പഠിച്ചിട്ടുള്ള ആൾക്ക് പോയിരുന്ന് ചോദിച്ച് മനസ്സിലാക്കിയാൽ പോരെ. നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാണ്. അതല്ലേ, എൻ്റെ വീട്ടിൽ നിന്ന് നടന്നു പോയി ഉച്ചയ്ക്ക് വീട്ടിൽ വന്ന് ഉണ്ണാൻ പോകുന്നിടത്തായിരുന്നു സംസ്കൃത സ്കൂള്. സംസ്കൃത സ്കൂൾ അതായത് പിന്നെ 6ാം ക്ലാസ് മുതൽ SLC വരെയുള്ള സാൻസ്ക്രിറ്റ് സ്കൂള്, ചാരമംഗലം സാൻസ്ക്രിറ്റ് ഹൈസ്കൂൾ ഉള്ളത് എൻ്റെ വീട്ടിൽ നിന്നും തൊട്ടടുത്താണ്. ഞാൻ പോയില്ല, അപ്പോൾ എനിക്ക് പറ്റത്തില്ല. ഞാൻ മലയാളം സ്കൂൾ തുടക്കി എവിടെ പോയെന്നറിയാം, കലവൂര് പോയി. 3, 6, 7 കിലോമീറ്റർ ബസ്സിൽ ഇറങ്ങിയിട്ട് 3.5 കിലോമീറ്റർ നടന്ന് പോയി മലയാളം സ്കൂളിൽ പോയി പഠിച്ച ഞാനാണ് ഇപ്പം സംസ്കൃതം പഠിക്കണമെന്ന് പറഞ്ഞിട്ട് ഓടി നടക്കുക. അന്ന് വീട്ടിൽ എൻ്റെ പെങ്ങന്മാർ 4 എല്ലാവരും തന്നെ മിക്കവാറും അവിടെ തന്നെ പഠിച്ചത്. അവരവിടെ വീട്ടിൽ വന്നിരുന്നുണ്ട്. എന്നാണ് സിദ്ധരൂപം ഒരെണ്ണം തന്നെ 3 പ്രാവശ്യമൊക്കെ പറയുന്നുണ്ട്. ഇത് എന്നെ ബാലേ അലക ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത് എന്നതാണ് നമുക്ക് ഒരു പിടിയും കിട്ടിയില്ല. ഇവര് വായിക്കണ കേട്ടപ്പോൾ തന്നെ നമ്മൾ മതിയാക്കി. അങ്ങനെ സംസ്കൃതം പഠിക്കാതെ പോയതിൻ്റെ ക്ഷീണം ഇന്നാണ്. ഇത്രമാത്രം അടുത്ത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടായിട്ട് നമ്മൾ പോയി പഠിച്ചില്ല. അത് ഞാൻ പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറേ കൂടി കാര്യങ്ങൾ അങ്ങനെ എളുപ്പമായേനായിരുന്നു. അതിന് പകരം ഞാൻ പോയി മലയാളം പഠിക്കും. അത് കിടന്ന് കളിക്കുന്നുണ്ട്, വേറെ ആരുടെങ്കിലുമൊക്കെ പുറകെ നടക്കേണ്ടി വരും. അർത്ഥവൃത്താകൃതിയിലുള്ള ക്ഷേത്രത്തിന്റെ കുംഭഗോപുരങ്ങൾ ആകാശ തത്വത്തിന്റെ മൂലരൂപമാണ്. ഇതിനുള്ളിൽ ശബ്ദം പ്രതിധ്വനിക്കും. ശബ്ദത്തെ പ്രതിധ്വനിപ്പിക്കുക, ഇതാണ് വിജയം. അതൊരു സ്ട്രക്ചർ നമ്മൾ പണിയുമ്പോൾ അതിനെ ഈ ശബ്ദം നമ്മളെന്താ ചെയ്യുക? നമ്മളിപ്പോൾ ഒരു ഹാളുണ്ടാക്കി, അതിനകത്ത് എക്കോ കൂടുതലാണ്. എക്കോ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികളാണ് നമ്മളെല്ലാം ചെയ്യുക. എക്കോ ഉണ്ടാവരുത്, പ്രതിധ്വനി ഉണ്ടാകരുത്, ആർക്കും ഒന്നും കേൾക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ കാര്യം. പക്ഷേ ക്ഷേത്രങ്ങൾ പണിയുമ്പോൾ ഇതുപോലെ എത്രമാത്രം കൂടുതൽ പ്രതിധ്വനിപ്പിക്കാമോ അത്രമാത്രം പ്രതിധ്വനിപ്പിക്കുന്നതായിരിക്കണം. ഓരോ ശബ്ദവും ആ ശബ്ദം ഉണ്ടാക്കുന്നവരിലും കേൾക്കുന്നവരിലും ഒരു പ്രത്യേക അവസ്ഥയെ സൃഷ്ടിക്കും. ഒരു പ്രത്യേക പ്രതിധ്വനി ഉള്ളിലുണ്ടാക്കും. എന്താ കാര്യം? ഇതെങ്ങനെ? അതായത് ഓരോ ശബ്ദവും നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ശബ്ദം കേൾക്കുന്നവരിലും ഉണ്ടാക്കുന്ന ആളിലും ഒരു പ്രത്യേക അവസ്ഥയെ അത് സൃഷ്ടിക്കും. എന്താ കാര്യം? മാർക്കുണ്ട്. അത് നമ്മൾ ഉടനെ തന്നെ നമുക്ക് അതിനൊരു അവസ്ഥ ഉണ്ടായില്ല, ഒരു ദേഷ്യം. ശബ്ദം ഒരന്നമാണ്. ശബ്ദം ഒരന്നമാണ്. അത് ഉള്ളിലേക്ക് ചെന്നാൽ പിന്നെ അവിടെ വയറ് നിറയില്ലേ? ഞാൻ ചിലർ പറയില്ലേ, ഞാൻ അവന് വയറ് നിറച്ചു കൊടുക്കുന്നു പറയില്ലേ? അവന് വയറ് നിറച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നല്ലേ പറയുക. എന്താ കാര്യം? ഇത് ചോറ് വിളമ്പണ പോലെ തന്നെ. അതാ ചീത്ത പറഞ്ഞ കാര്യമാണ് പറയണേ. ഒരുതരം ചീത്ത പറഞ്ഞ് മൂടിയിട്ട് വന്നിട്ട് തിരിച്ചു വന്നിട്ട് പറയുന്നതാണ് ഞാൻ അവനെ വയറ് നിറച്ച് കൊടുത്തിട്ടുണ്ട്. ശരിയാണ്, അന്നമാണ്, കറക്റ്റ് കാര്യമാണ് പറയുന്നത്. ഇത് ശബ്ദം അന്നാണെന്ന് മനസ്സിലാക്കിയിട്ടല്ല ഈ പറയണേ. പക്ഷെ വയറ് നിറച്ച് കൊടുത്തു കേൾക്കുന്നവർ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ശരീരം ഒരു ക്ഷേത്രമാണെന്ന് പറയാൻ കാരണം. അതായത് ഓരോ ശബ്ദവും ഉണ്ടാക്കുന്നവരിലും കേൾക്കുന്നവരിലും ഒരു അവസ്ഥയെ അവിടെ
സൃഷ്ടിക്കുന്നുണ്ട്, ഒരു പ്രതിധ്വനി അവിടെ സൃഷ്ടിക്കുന്നുണ്ട്. ക്ഷേത്രത്തിനകത്തും ഈ പ്രതിധ്വനിയാണ് ഉണ്ടാക്കുക. ശരീരം ക്ഷേത്രമാണ്. ആരാ പറഞ്ഞ? ഭഗവത്ഗീതയില് ശ്രീകൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന ഒരു സാധനമാണ് ശരീരം ഒരു ക്ഷേത്രമാണ്. അത് ക്ഷേത്രത്തിനുള്ളിലെ ക്ഷേത്രജ്ഞൻ ആരാണ് എന്നെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊന്നും മനസ്സിലാകാതെ ഇതൊക്കെ വായിച്ച് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ശരീരം ഒരു ക്ഷേത്രമാണെന്ന് പണ്ടുള്ളവർ പറഞ്ഞത്. ഇത് ക്ഷേത്രം പണിയണമെന്നുണ്ടെങ്കിൽ പ്രതിധ്വനിപ്പിക്കുന്ന രീതിയിൽ പണിയണം. അല്ലെങ്കിൽ ഇപ്പൊ പണിയണമെങ്കിൽ എങ്ങനെ പണിയും? ജനലും വാതിലും വായു കയറാനുള്ള ആരോഗ്യകരമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ വായു സഞ്ചാരമുള്ളതാണ്. ആ രീതിയിലായിരിക്കും ക്ഷേത്രം പണിയുക. കാരണം ഇത് എന്നതാണെന്ന് പോലും അറിയില്ല, ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെ ആയിരിക്കണം. നമുക്ക് എത്ര ഭാഷകളുണ്ട്? ഒറ്റ ഭാഷയാണ്. നമുക്ക് ചിത്രഭാഷ എന്നൊരു ഭാഷയുണ്ട്. ചിത്രഭാഷ, അതായത് പണ്ട് കാലത്ത് ചിത്രഭാഷ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, എല്ലാവരുടേതാണ്. എല്ലാവരുടെ അക്ഷരങ്ങളും ചിത്രഭാഷയാണ്. അതായത് ഒരാള് ഗുഹാചിത്രങ്ങളെ പറ്റി പഠിച്ചിട്ടില്ലേ? ഗുഹാചിത്രങ്ങൾ. ഗുഹയുടെ ഒരു ഫ്രണ്ടില് ഒരാൾ കരി കൊണ്ട് ഒരു ചൂണ്ട വരച്ചിട്ട് ചൂണ്ടയിടാൻ പോയി. അടുത്ത പുഴയിൽ ചൂണ്ടയിടാൻ പോയി. എന്താ പോണതിന് മുമ്പ് പെരയുടെ മുന്നിൽ. പിന്നീട് മൂന്നാമത്തതാണ് ശബ്ദഭാഷ. പിന്നെ ശബ്ദം വന്നു. ശബ്ദത്തോടൊപ്പം ആംഗ്യം വന്നു. കഥകളിയിലാണെങ്കിൽ എന്തുകൂടി വരും? ചിത്രഭാഷയും കൂടി വരും. മനസ്സിലായില്ലേ? കഥകളിയിലാകുമ്പോൾ ചിത്രഭാഷയും കൂടി. കണ്ണും മുഖവും ഒക്കെ ആ ആള് പറയുന്ന ആളിന്റെ ചിത്രമാക്കി തീരും. മുദ്ര കാണിക്കും. മുദ്ര വാങ്ങിയപ്പോൾ ആംഗ്യാണ് വരുന്നത്. മുഖത്തെ ഭാവങ്ങൾ, ആ ഭാവങ്ങൾ കൊടുക്കുന്നത് ചിത്രഭാവങ്ങളാണ്. രൗദ്രഭാവം കാണിക്കുമ്പോൾ ആ ഭാവങ്ങൾ കൊടുക്കും. അത് ചിത്രഭാഷയും കൂടി അതിനകത്ത് ചേരുന്നത് കൊണ്ടാണ്. ചിത്രഭാഷ, ആംഗ്യഭാഷ, ശബ്ദഭാഷ. പിന്നെ ഏത് ഭാഷയുള്ള? ഒരു ഭാഷ കൂടിയുണ്ട്. ചിത്രഭാഷയുണ്ട്, ആംഗ്യഭാഷയുണ്ട്, ശബ്ദഭാഷയുണ്ട്, മൗനഭാഷ. മൗനഭാഷ. അങ്ങനെ 4 ഭാഷകളാണ് നമുക്കുള്ളത്. 4 ഭാഷ. മൗനഭാഷ. ചിത്രഭാഷ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒന്ന് തന്നെയാണ്. തമിഴ്നാട്ടിൽ ചെന്ന് ചിത്രം വരച്ചാലും, എവിടെ ആന്ധ്രയിൽ ചെന്നാലും, ബ്രിട്ടീഷുകാരുടെ ചെന്നാലും എല്ലാ മനുഷ്യർക്കും ഒന്നാണ്. ചിത്രഭാഷ ഒന്നാണ്. ശബ്ദഭാഷ പലതായി പലർക്കും പലതാണ്. ഈ മൗനഭാഷ എന്ന് പറയുന്നതാണ് ധ്യാനഭാഷ. ദേവഭാഷയാണ്. ദേവഭാഷ. ഈശ്വരനോട് ശബ്ദത്തിലല്ല സംസാരിക്കേണ്ടത്, മൗനഭാഷയിലാണ് സംസാരിക്കേണ്ടത്. ഇപ്പൊ കോളാമ്പി വെച്ച് വലിയ വിധത്തിൽ വിട്ടിട്ട് വല്ല പ്രയോജനമുണ്ടാകും? ഈശ്വരന്മാർ അവരത് മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് ഈ കോളാമ്പി വരുന്നത്. മനുഷ്യർക്ക് ശല്യം ഉണ്ടാക്കി. ഈശ്വരന് വേണ്ടിയിട്ടല്ല. പക്ഷെ ഈശ്വരന് വേണ്ടിയിട്ടെന്നും പറഞ്ഞിട്ടാണ് ഇത് കോളാമ്പി വെച്ച് പ്രാർത്ഥന ഉറക്കെ അങ്ങോട്ട്. അതെ. ഈ ഭാഷ. ഇപ്പൊ ശബ്ദഭാഷ സംസാരിക്കുന്ന മാധ്യമം ഏതാണ്? എവിടെ കൂടിയാണ് ഇത് സഞ്ചരിക്കുക? വായുവിലൂടെയാണ്. മൗനഭാഷ സഞ്ചരിക്കുന്നത് മനസ്സിന്റെ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ഫീൽഡിലൂടെ. നമ്മളിപ്പോൾ വർത്തമാനം പറഞ്ഞാൽ അത് സഞ്ചരിക്കുന്നത് വായുവിലൂടെയാണ്. വായു ഇല്ലാത്തിടത്ത് സംസാരിച്ചാൽ വേവായിട്ടാണ് പോവുക.